ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോ. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ TCS എന്ന വൻമരം വീണുവോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി ആര്, അതായത് SSC RRB എക്സാം വെണ്ടർ ചേഞ്ച്. നിങ്ങളിപ്പം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് TCSനെ പറ്റിയിട്ട് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഈ CGLന്റെ ടയർ 2 എക്സാമിന് ശേഷം കൂടുതലായിട്ടുണ്ട് അത്, അല്ലെ? CGL ടയർ 2 എക്സാമിന് ശേഷം. അപ്പോൾ ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി ആണെന്ന് പറയാം, എന്നിട്ട് ബാക്കി കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അപ്പൊ നിങ്ങൾ 2018 തൊട്ടാണ് നമ്മൾ TCS എന്നുള്ള ഒരു പേരുകൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 2018 കാലയളവിന് ശേഷം. ഓക്കെ, അതിന് മുന്നേ 2016 RRB NTPCയോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ എക്സാമിനേഷന്റെ കൂടുതൽ സാധ്യതകൾ വരുന്നത്. ഓക്കെ, RRB NTPC വഴിയാണ് TCSന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2018 തൊട്ട് അത് അവർ തന്നെ കൃത്യമായിട്ട് എന്താ ആ ഒരു ഏരിയ അവർ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു TCS എന്നുള്ള സ്ഥാപനം. ഓക്കെ, 2018 തൊട്ടിട്ട്. അപ്പൊ 2023 5 വർഷം കഴിഞ്ഞപ്പോഴും എന്താ നമുക്ക് ആ ഒരു TCSന്റെ പല ആ ഒരു കാലയളവിലൊക്കെ ഏറ്റവും ആദ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ എന്താ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് SSCയുടെ ഒക്കെ JEE എക്സാം ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു പാറ്റേൺ അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവാം. അപ്പൊ 2023 കാലയളവിൽ 2024 വെണ്ടർ ചേഞ്ച് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അവർ അവിടെ എന്താ ഒരു ടെൻഡർ വിളിക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ, അതായത് ആ ഒരു വെണ്ടർ ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. 2024 തന്നെ എന്താ ഇത് ഇനീഷ്യേറ്റ് ചെയ്തതാണ്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങള് വെണ്ടർ ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി അവിടെ ഉണ്ട്. പക്ഷെ അവർ ആ ഒരു സമയത്ത് നീറ്റ് എക്സാമിന്റെ കേസിൽ ക്രമക്കേടുകൾ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നതുകൊണ്ട് അത് ഇപ്രാവശ്യം വീണ്ടും എന്താ TCSന് തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ഈ വെണ്ടർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ പൂള് തയ്യാറാക്കുന്ന ഒരു ഏജൻസി. ക്വസ്റ്റ്യൻ പൂള് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടറിനെ വിളിക്കുന്നത്, ക്വസ്റ്റ്യൻ പൂള് തയ്യാറാക്കാൻ. ഓക്കെ, കാരണം വെച്ചാൽ കുറെ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് എക്സാംസ് ആണ്, അതേപോലെ മൾട്ടിപ്പിൾ പോസ്റ്റുകൾ ഉണ്ടാവാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പൂൾ, ഓരോരോ പോസ്റ്റിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പൂൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെണ്ടറിനെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതാണ് വെണ്ടർ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ജസ്റ്റ് ഒരു വൺ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ 2024 അവിടെ NTA കൊടുക്കാന്ന് വിചാരിക്കുമ്പോൾ അവിടെ എന്താ നീറ്റിന്റെ ക്രമക്കേടൊക്കെ വന്നുകൊണ്ട് നമ്മൾ SSC അതേപോലെ RRB എക്സാംസ് പോലെ കുറച്ച് അത്യാവശ്യം റിപ്യൂട്ടഡ് ആയിട്ടുള്ള എക്സാംസ് ആയതുകൊണ്ട് തന്നെ NTA കൊടുക്കേണ്ട, വീണ്ടും TCS എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏജൻസിക്ക് തന്നെ കൊടുക്കാന്നുള്ളതുകൊണ്ടാണ് TCSന് 2024 വന്നേക്കുന്നത്. പിന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ SSC CGL 2024 രണ്ട് ഷിഫ്റ്റ് ആയിട്ട് നടന്നെങ്കിൽ രണ്ടാമത്തെ ഷിഫ്റ്റിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഡിലീറ്റ് ആക്കിയേക്കുന്നത്, ക്യാൻസൽ ആക്കിയേക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം CGL കേസിൽ പറയുമ്പോൾ ചില ചെറിയ മാർക്കുകൾ കൊണ്ട് തന്നെ അവരുടെ പോസ്റ്റുകൾ, അവർക്ക് കിട്ടാത്ത പോസ്റ്റുകൾ തകിടം മറിയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അവരിതിനെതിരെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് മെയിൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, നോർത്ത് ഇന്ത്യൻസിലെ മെയിൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമ്മളെ SSCയുടെ ചെയർമാനൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ അൺഒഫീഷ്യൽ ആയിട്ട് വെണ്ടർ ചേഞ്ച് ഉണ്ടാകാം എന്നുള്ള രീതിയിൽ എന്താ അവർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് RRBയുടെ കേസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ALPയുടെ എക്സാം മാറ്റിവെച്ചു, JEയുടെ ഇപ്പോഴത്തെ ഷിഫ്റ്റ് 2 എക്സാം മാറ്റിവെച്ചു, അല്ലെ? അങ്ങനെ പല രീതിയിലും എന്താ നമ്മുടെ SCയുടെ അതേപോലെ RRBയുടെ ഒക്കെ കേസിൽ TCSന് എന്താ കുറെ പിഴവുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുമല്ല, നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പൊ TCSന്റെ IDZ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവര് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്. അപ്പോ എക്സാം ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ആയിട്ട് എന്താ നമ്മൾ ഈ IDZ തന്നെയായിരിക്കും ഉണ്ടാവുക, TCSന്റെ ഉണ്ടാവാൻ സാധ്യത. അല്ലാതെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാംസ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ NTA ഒക്കെ മുന്നത്തെ എക്സാംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീടിന്റെ അടുത്തുള്ള സെന്റേഴ്സിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് അവരുമായിട്ട് ടൈപ്പ് ആയതുകൊണ്ടാണ്. പക്ഷെ TCSന്റെ IDZ തന്നെയായിരിക്കും എക്സാം ഫെസിലിറ്റേഷൻ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുകയെന്നാണ് മനസ്സിലാക്കുന്നത്. വെണ്ടർ മാത്രമായിരിക്കും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ TCSന് അത്രയ്ക്കും ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വെണ്ടർ ചേഞ്ച് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, SSCയുടെ കേസിൽ ഇപ്പം അവരവിടെ എന്താ കലണ്ടർ അവിടെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 2025-26 വർഷത്തിലേക്ക് നോട്ടിഫിക്കേഷൻ കലണ്ടർ ഓൾറെഡി അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പബ്ലിഷ് ചെയ്ത കലണ്ടർ അവർ അവിടെ ഫുൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പുതിയൊരു കലണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു കലണ്ടർ വരാൻ നിങ്ങൾക്ക് കുറച്ചധികം സമയങ്ങൾ എടുക്കാം.
ഓക്കെ. അങ്ങനെയാവുമ്പോ SSC JEE യുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഓഗസ്റ്റിലൊക്കെ വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം CGL ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി വരുന്നുണ്ടാവുക. അതുപോലെ ഇപ്പം SSCന്റെ കേസിൽ ഇപ്പം പറയുകയാണെങ്കിൽ MTS, CHSL, CGL രീതിയിലായിരുന്നു എക്സാം കണ്ടിട്ടുണ്ട്. അത് നേരെ തിരിച്ചാക്കും. CGL, CHSL, MTS, അതായത് ഹയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളത് ഏറ്റവും ആദ്യം. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്താ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ ആ ഒരു റിവൈസ്ഡ് കലണ്ടർ വരുമ്പോൾ SSC JEE കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ RRBയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവിടെ എന്താ നമ്മളിപ്പോ പറയാം ALPയുടെ കേസിൽ അവിടെ ഏറ്റവും എക്സാം ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു അല്ല. ഇപ്പോഴെന്താ JEE CBT 2 ഷിഫ്റ്റ് 2 എക്സാം അവരോട് ക്യാൻസൽ ആക്കിയിട്ടുണ്ട് അല്ല. അപ്പോ ഇങ്ങനെ നമ്മുടെ TCSന്റെ സൈഡിൽ നിന്ന് നിരന്തരമായിട്ട് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഷിഫ്റ്റ് 2 എക്സാം ക്യാൻസൽ ആകാൻ കാരണം റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണല്ലേ. നമ്മുടെ CGLന്റെ കേസിലും എന്താ ആ ഒരു ക്യാൻസൽ ആക്കി 10 ക്വസ്റ്റ്യൻസ് അധികം ക്യാൻസൽ ആക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പാറ്റേൺ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെയിം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പൂളും തന്നെയാണ് അവരെന്ത് വീണ്ടും ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ TCSന് എന്താ വെണ്ടർ ചേഞ്ചിലേക്ക് പോവാണ്ട് പറ്റുവാണെങ്കിൽ പുതിയ ഏജൻസി ആരായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പം എല്ലാവരും ഉന്നയിക്കുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾ ഇതിലധികം ടെൻഷൻ അടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. എക്സാമിന്റെ സിലബസിൽ എന്താ അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പൂള് മാത്രമാണ് അവിടെ വ്യത്യാസം വരുന്നത്. അതായത് ടീച്ചേഴ്സിന്റെ കാലത്ത് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2018 തൊട്ട് നമുക്ക് അവിടെ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. SSC ആണെങ്കിലും RRBയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഹിസ്റ്ററി നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ പുതിയൊരു ഏജൻസി ആകുമ്പോൾ നമുക്ക് അവിടെ ഹിസ്റ്ററി ഇല്ല. പക്ഷെ സിലബസ് ഒക്കെ എന്താ സെയിം തന്നെയാണ്. SSCയുടെയോ അല്ലെങ്കിൽ RRBയുടെ സിലബസ് ഒന്നും എന്താ അവിടെ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ. അപ്പോ ഇപ്പോഴവിടെ വെണ്ടർ ചേഞ്ച് എന്നുള്ള പോസ്റ്റ് ഇത് നടന്നുകൊണ്ട് നിൽക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ വീണ്ടും TCSന് കൊടുക്കുന്നില്ലേ അറിയില്ല. കാരണം വെച്ചാൽ വേറെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഏജൻസി വരുമെന്നില്ലേ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോ TCSന്റെ കേസിൽ ഇപ്പം ഇത്രയും ഇഷ്യൂസ് എന്താ ഇപ്പൊ നിലവിലുണ്ട് എന്നുള്ള കാര്യമാണ് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തൊന്ന് മാത്രം. ഓക്കെ. TCS ലിസ്റ്റിൽ ഇപ്പൊ ഇത്രയും ഇഷ്യൂസ് ഇപ്പൊ SSCയുടെ കേസിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെണ്ടർ ചെയ്ത രീതിയിൽ അവർ അൺഒഫീഷ്യൽ ആയിട്ട് SSC ചെയർമാന്റെ സൈഡിൽ നിന്ന് ഒരു പ്രോമിസ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ RRBയിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. എനിവേ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ RRBയുടെ ഒക്കെ ഷിഫ്റ്റ് 2 എക്സാം ക്യാൻസൽ ആയിട്ട് വീഡിയോ ചെയ്തില്ലല്ലോ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എനിവേ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.